നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകര സുമനസാമഗ്രേ സരശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്രവിശാരദാ പ്രണിപതൽ ഭക്തൗപജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേ എന്നത്വാ കൃതകൃത്യാസ്യുക്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീയക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പദ്മം സിതമഭിജശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാദാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ഓം ജന്മാദ്യസ്യ യദോന്വയാദിതരതച്ഛത്വേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസ്സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം. താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരസ്തദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിത്തൽക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുകുലഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹ കാതര ആജുഹാവ. പുത്രേതി തന്മയതയാദരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതി സാരമേകമധ്യാത്മദീപമതിഥിതീർഷതാം തമോന്ധം
സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരുമുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരകാവേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതേർമഹദ്ഭിജൈമാ പുരോ വിഭുർനിർമായ ശേതേതമൂഷു പൂരുഷാ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകസ്വരംഗിഷ്ട ഭഗവാൻ ഭജാൻസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തില് ദശമസ്കന്ധത്തിലെ വിഷയങ്ങളാണ് നമ്മൾ ഇപ്പോൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ദശമത്തില് പൂർവാർദ്ധം കഴിഞ്ഞ ഉത്തരാർദ്ധത്തില് സമന്തകോപാഖ്യാനം എന്ന കഥയെ ആണ് നമ്മൾ അനുസ്മരിച്ചത്. അതില് സമന്തകത്തിന്റെ പേരിലാണ് ഭഗവാൻ ജാമ്പവതിയെയും സത്യഭാമയെയും നല്ലൊരു ശുഭമുഹൂർത്തത്തില് വിവാഹം കഴിക്കണതെന്നാണ്. ഇപ്പോ രുക്മിണിയായി രാക്ഷസ വിധി അനുസരിച്ചിട്ട് രുക്മിണിയെ, അതുപോലെ തന്നെ സമന്തകരത്നത്തിന്റെ പേരില് സത്യഭാമയെയും ജാമ്പവതിയെയും, അങ്ങനെ 3 പേര് എന്നാണ്. ഇനി ഇത് കൂടാതെ ഇനി ഒരു 5 പേര് വേറെ വരുന്നുണ്ട്. കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ തുടങ്ങിയിട്ട്. അപ്പൊ ആ 5ഉം ഈ 3ഉം കൂടെ 8 ഭാര്യമാര്. അത് കഴിഞ്ഞ് പിന്നെ നരകാസുരന്റെ തടവിൽ കിടക്കുന്നതായിട്ടുള്ള 16,000 കന്യകമാരെ ഒരേ മുഹൂർത്തത്തിൽ, അല്ലെങ്കിൽ നരകാസുരനെ കൊന്ന് ഒരേ മുഹൂർത്തത്തിൽ 16,000 സ്വരൂപം സ്വീകരിച്ചിട്ട് ഭഗവാൻ അവരെയും വിവാഹം കഴിച്ചു എന്നാണ് പറയുക. അങ്ങനെ 16,008 പത്നിമാര് ഭഗവാന്. അതിൽ പ്രധാനപ്പെട്ടത് ഈ 8 പേര്. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് താത്വികമായിട്ടുള്ള വശങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് അനുസ്മരിക്കാൻ ശ്രമിക്കാം. ഇപ്പോ ഈ സത്യഭാമയെ വേണ്ടതുപോലെ യഥാവിധി വിവാഹം കഴിച്ച് ഭഗവാൻ അതിനുശേഷം പിന്നെ സത്രാജിത്തിന് ആ സമന്തകത്തെ തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് അയച്ചു എന്നാണ്. കാലങ്ങൾ കുറച്ച് കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നും കൂടാണ്ട്. അപ്പോഴാണ് ഭഗവാൻ ഹസ്തനാപുരം കൊട്ടാരത്തിലെ ചില വിശേഷങ്ങളൊക്കെ അറിയാനിടയായി. ഇതാണ് ഭഗവാൻ അറിയേണ്ട കാര്യമില്ല, ഭഗവാൻ തന്നെ അറിവാണ്. അറിവാകുന്ന സ്വരൂപത്തോട് കൂടിയിട്ടുള്ള ആളാണ്, സർവജ്ഞനാണ്. ഭൂത ഭവ്യ ഭവത്പ്രഭു എന്നാണ് നമ്മൾ സഹസ്രനാമം ജപിക്കുമ്പോൾ പറയുക. കഴിഞ്ഞുപോയതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വരാനുള്ളതും എല്ലാ കാര്യം ത്രികാല ജ്ഞാനമുള്ള ആളാണ്. എല്ലാം ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ എവിടെ എന്ത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ആരും പറയാണ്ട് തന്നെ എല്ലാറ്റിനും കാരണമായിട്ടുള്ള ഭഗവാന് അറിയാൻ വിഷമമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ മനുഷ്യനാട്യം അനുസരിച്ചിട്ടാണ് ഭൂമിയിൽ ഭഗവാൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ മനുഷ്യോചിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ വേണം ആ ഈശ്വരീയമായിട്ടുള്ള ഭാവത്തിലേക്ക് എത്താൻ. അപ്പൊ ഇവിടെ ഹസ്തനാപുരം കൊട്ടാരത്തില് പാണ്ഡവന്മാര് അരക്കില്ലത്തിൽ വെച്ച് ദഹിച്ചുപോയി എന്നൊരു കിംവദന്തി കേൾക്കുകയാണ് രാമനും കൃഷ്ണൻ എന്നാണ്. ഭഗവാൻ അറിയാം അവർക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന്. പക്ഷേ ലോകരീതിയെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് അന്വേഷിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനിയിപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബാക്കിയുള്ളവരെ പാണ്ഡവന്മാരിലെ കുന്തി ദേവിയെയും മറ്റുമൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കണം.
ഭഗവാൻ അറിയാൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷെ ലോകരീത്യ അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ലോകരീത്യ അതിനനുസരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ബലരാമനുമായിട്ട് ഭഗവാൻ ഇനി ഹസ്തിനാപുരം കൊട്ടാരത്തിലേക്ക് പോണ രംഗാണ്. അപ്പോ ഇനി 57-ാമത്തെ അധ്യായത്തില് സമന്തകത്തെ അപഹരിക്കുന്നതും സത്രാജിത്തിന്റെ മരണവും ശതധന്വാവിനെ ഭഗവാൻ വധിക്കുന്നതും അക്രൂരൻ ദ്വാരക വിട്ട് പലായനം ചെയ്യുന്നതും പിന്നെ വീണ്ടും വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് അനുസ്മരിക്കാനുള്ള വിഷയങ്ങളായിട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കഥകളിലും ആ കഥകളുടെയൊക്കെ ആന്തരികമായിട്ടുള്ള ഭാവം അല്ലെങ്കിൽ കഥയ്ക്ക് അപ്പുറത്ത് അതിനെ ബോധിപ്പിക്കാനുള്ള തത്വങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചില കഥകളൊക്കെ പറയുന്നത്. മനുഷ്യനാട്യം അനുസരിച്ചിട്ട് നമുക്കൊക്കെ ഈ ലോകത്തിലെ വിഷയങ്ങളിലാണല്ലോ നമുക്ക് കൂടുതൽ ഭ്രമം. അപ്പൊ ആ ലോക വിഷയങ്ങളുടെ രീതിയിൽ നമ്മളെ ആധ്യാത്മിക ഭാവത്തിലേക്ക് ഉയർത്തുക അത് എളുപ്പം പറ്റുന്നതാണ് അല്ലേ? ഈ വാഴപ്പഴത്തിനകത്ത് സൂചി കയറ്റണത് പോലെ വാഴപ്പഴത്തിനകത്ത് സൂചി കയറ്റാൻ വല്ല വിഷമമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ മനസ്സ് ഏതൊന്നിലാണോ എപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ആ മനസ്സിനെ ആ ഭാവത്തിലൂടെ പതുക്കെ 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 ഉദ്ധരിച്ച് മുകളിലേക്ക് എത്തിക്കുക എന്നാണ്. അപ്പൊ ആ പ്രയാസം ഇല്ലാണ്ട് തന്നെ നമ്മൾ എത്തേണ്ട ദിക്കിലെത്തും, അല്ലെങ്കിൽ നേടേണ്ടത് നേടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കഥകളൊക്കെ പറയണത്. അവന് ശുഗമഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, വിജ്ഞാതാർത്ഥോ അഭി ഗോവിന്ദോ ദഗ്നാൻ ആകർണ്യ പാണ്ഡവാൻ ദഗ്ധാൻ ആകർണ്യ പാണ്ഡവാൻ കുന്തിഞ്ച കുല്യകരണേ സഹരാമോ ഏയോ ഗുരു എന്നാണ്. കുന്തിദേവിയും പാണ്ഡവന്മാരും അരക്കില്ലത്തിൽ വെച്ച് ദഹിച്ചു പോയി എന്ന വാർത്ത കേട്ട് അതിന്റെ യാഥാർത്ഥ്യം അറിയാവുന്ന ഭഗവാൻ അറിയാൻ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന്. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനായിട്ട് ബലരാമനോട് കൂടിയിട്ട് അദ്ദേഹം ആ ഹസ്തിനാപുരം കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ശ്രീകൃഷ്ണനും ബലരാമസ്വാമികളും ഹസ്തിനാപുരത്തിലേക്ക് പോയി. അക്കാലത്ത് ഭീഷ്മം കൃപം സവിദുരം ഗാന്ധാരിയും ദ്രോണമേവജ തുല്യ ദുഃഖൗജ സംഗമ്യ കഷ്ടമിതി ഹോജതു. ഹസ്തിനാപുരത്തിലെത്തിയിട്ടുള്ള ശ്രീകൃഷ്ണനും ബലരാമനും പാണ്ഡവരും കുന്തിയും മരിച്ചു എന്ന് കരുതിയിട്ട് ദുഃഖിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഭീഷ്മര്, വിദുരര്, കൃപര്, ദ്രോണര്, അതുപോലെ തന്നെ ഗാന്ധാരി ഇവരെയൊക്കെ ചെന്ന് കണ്ടു. അവരോടൊപ്പം ആ ദുഃഖത്തിലൊക്കെ പങ്കുചേരുകയാണ്. ഇങ്ങനെ പാണ്ഡവന്മാർക്ക് സംഭവിച്ചത് മഹാകഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുക. ഭഗവാൻ അറിയാൻ ഒന്നും പറ്റിയിട്ടില്ല എന്ന്. പക്ഷെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ആ പറ്റിയൊരു ഭാവമുണ്ട്. അപ്പൊ എന്നാ അങ്ങനെ ആവട്ടെ, താനും ആ നിലയിൽ അജ്ഞാനിയെ പോലെ അഭിനയിക്കാം എന്ന് വിചാരിച്ചു. ഒക്കെ ഭഗവാന്റെ ഓരോ ലീലകളാണല്ലോ, ഭഗവാന്റെ നാടകങ്ങളാണ്. ലീലാമാനുഷനാണല്ലോ ഭഗവാൻ. അതായത് ഇവിടെ ഭഗവാൻ അറിയാത്തതായിട്ട് എന്തിരിക്കുന്നു? ഒന്നുമില്ല. പക്ഷെ ഭഗവാനെ ഒരു മനുഷ്യഭാവത്തിൽ കാണുമ്പോൾ മനുഷ്യനാട്യം അനുസരിച്ച് വേണ്ടത് ആ ദുഃഖിക്കേണ്ടിടത്ത് ദുഃഖിക്കണം, സന്തോഷിക്കേണ്ടിടത്ത് സന്തോഷിക്കണം, ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശിക്കണം, യുദ്ധം ചെയ്യേണ്ടിടത്ത് യുദ്ധം ചെയ്യണം. അപ്പൊ അതൊക്കെ ആ മനുഷ്യനാട്യം അനുസരിച്ച് ഭഗവാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാലത്ത് ഇപ്പോ ഭഗവാനും ബലരാമനും ദ്വാരകയിലില്ല, ഹസ്തിനാപുരം കൊട്ടാരത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ അക്രൂരനും കൃതവർമാവും ശതധന്വാവിനെ സമീപിച്ചു എന്നാണ്. അക്രൂരൻ പൊതുവെ നല്ല ആളാ. പക്ഷെ ഇപ്പൊ അയാൾക്ക് അങ്ങനെ ഒരു മനസ്സിന് അങ്ങനെ ഒരു നില വരികയാണ്. ഒരു ദുഷിത നമ്മൾ പറയില്ല, സംസർഗം കൊണ്ട് ദോഷവും ഗുണവും ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ ഈ സംസർഗം കൊണ്ട് ഇപ്പോ അക്രൂരനെ കുറച്ചൊരു ദുഷിച്ച ഒരു ഭാവം വരികയാണ് അക്രൂരനാണ്. യാതൊരു ആവശ്യമില്ല. ഈ അക്രൂരനും കൃതവർമാവും കൂടെ ഈ ശതധന്വാവിന്റെ അടുക്ക ചെന്നിട്ട് ചില കുസൃതികളൊക്കെ പറയുക. ഒരാവശ്യമില്ലാണ്ടാണത്. ആവശ്യമില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുസൃതി തരങ്ങളൊക്കെ ആരെ കൊണ്ടെങ്കിലും ഒക്കെ പറയാൻ അവസരം കിട്ടിയാൽ അത് വേണ്ടതുപോലെ പാഴാക്കാണ്ട് ഉപയോഗപ്പെടുത്തലാണ് പലരുടെയും സ്വഭാവം. അത് ചിലപ്പോ നല്ലവരെ കൂടെ അത് ബാധിക്കാറുണ്ട്. അതാണ് ഇപ്പൊ ഇവിടെ അക്രൂരനെയും അക്രൂരന്റെ കഥയിലും കാണിച്ചു തരുന്നത് എന്നാണ്.
എന്താ അക്രൂരൻ ചെന്ന് ശതധന്വാവിനോട് പറഞ്ഞത്? കൃതവർമാവും കൂടെ ചേർന്നിട്ട്, ഇപ്പോഴേ ആ സെമന്തകരത്നം കൈവശപ്പെടുത്താൻ നല്ലൊരു അവസരമാണ്, എന്താണ് അതുകൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കാത്തത് എന്നാണ് ശതധന്വാവിനോട് ചോദിക്കുന്നത്. ഇപ്പോ സത്യഭാമയെ അങ്ങേക്ക് തരാം എന്ന് പറഞ്ഞതല്ലേ? കാരണം ഈ ശതധന്വാവ് സത്യഭാമയെ തനിക്ക് വിവാഹം കഴിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടതാണ് സത്രാജിത്തിനോട്. അദ്ദേഹം അത് സമ്മതിച്ചതുമാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ശതധന്വാവിന് കൊടുക്കാമെന്ന് കല്യാണ നിശ്ചയം വരെ കഴിഞ്ഞതാണ് സത്യഭാമയെ എന്ന്. അപ്പൊ ഇപ്പോ നിനക്ക് വിവാഹം ചെയ്തു തരാം എന്ന് പറഞ്ഞ സത്യഭാമയെ കുറച്ചധികം ധനം ശ്രീ സമന്തകത്തിന്റെ പ്രഭാവം കൊണ്ട് കയ്യിൽ വന്നപ്പോ ആ സത്രാജിത്ത് ആ വാക്ക് പാലിച്ചില്ല. എന്നിട്ട് എന്താ ചെയ്തത്? കൃഷ്ണനെ കൊണ്ട് കൊടുക്കുകയുണ്ടായത് എന്നാണ്. അപ്പോ ആ നനക്ക് തരാം എന്ന് പറഞ്ഞ ആ സത്യഭാമയെ കൃഷ്ണനെ കൊണ്ട് കൊടുത്തത് ഒട്ടും ശരിയായില്ല എന്നാണ്. യോസ്മഭ്യം സംപ്രസിസ്തുത്യ കന്യാരത്നം വിഗർഹിന കൃഷ്ണായാതാന്ന സത്രാജിത് കസ്മാൾ ഭ്രാതരമന്വിയാൽ. അപ്പൊ ഇങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാണ്ട് കാണിച്ചതായ ഈ സത്രാജിത്തിന് എന്താ ചെയ്യേണ്ടത്? പ്രസേനൻ ഏത് വഴിക്കാണോ പോയത് ആ പ്രസേനൻ പോയ വഴിയെ അയക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ശതധന്വാവിനെ പ്രേരിപ്പിക്കുകയാണ്. ശതധന്വാവിന് വാസ്തവത്തിൽ അയാളോട് വിരോധമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ ഇവരുടെ പ്രേരണ കൊണ്ട് ശതധന്വാവിന്റെ ഉള്ളിലും ആ സത്രാജിത്തിനെതിരെ കുറച്ച് ആ ഭാവങ്ങളൊക്കെ വരികയാണ്. അതാണ് മറ്റുള്ളവർ പ്രേരിപ്പിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരികയാണ്. അപ്പൊ നല്ലവരും ദുഷിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ആ സംസർഗം നമ്മുടെ ഭക്തന്മാരോട് കൂടി ആയിരിക്കണം. ആ ഭക്തന്മാർക്ക് പോലും ചില സമയത്ത് ഈ സംസർഗ ദോഷം കൊണ്ട് അപകടം ഉണ്ടാവാറുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഈ കഥയിലൂടെ. അപ്പൊ ഇങ്ങനെ അക്രൂരനും കൃതവർമാവും കൂടെ ശതധന്വാവിനെ ഈ തരത്തില് എരികയറ്റിയപ്പോഴ് ഇപ്പൊ എന്താ ആ ശതധന്വാവ് ഇപ്പൊ ശരിക്ക് പാപിയായി ജീവിതം തന്നെ അയാളുടെ നശിക്കാൻ പോവുകയാണ്. അപ്പൊ മാത്രമല്ല ഇപ്പോ ആ രത്നം തന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 8 ഭാരം സ്വർണവും കിട്ടുമല്ലോ. അപ്പൊ അതിലുള്ള ആ കിട്ടും എന്നുള്ള ആ ലോഭവും വന്നു എന്നാണ്. അതാണ് ഈ നശിക്കാനുള്ള വഴി വരും മാർഗം സമയമാവുമ്പോ ഓരോ വഴി നമുക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറയണത് കേട്ട് അതിനിറങ്ങി പുറപ്പെടുന്നതാണ്. അതൊക്കെ ഈ അതായത് നാശത്തിന്റെ സമയമാകുമ്പോ അങ്ങനെയൊക്കെ വന്ന് പെടുകയാണ് സ്വാഭാവികമായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. എന്നിട്ട് എന്താ ചെയ്തത് ശതധന്വാവ്? ആ ഉറങ്ങിക്കിടക്കുന്ന ആ സത്രാജിത്തിനെ വിളിച്ചുണർത്തിന്നാണ്. ഉണർത്തിയിട്ട് വാക്കിന് വ്യവസ്ഥയില്ലാത്ത നിനക്ക് ആ വാക്ക് പാലിക്കാത്തതിന്റെ കൂലി ഇതാ പിടിച്ചോന്നും പറഞ്ഞ് ശതധന്വാവ് സത്രാജിത്തിനെ അങ്ങ് വെട്ടി അങ്ങ് കൊന്നു എന്നാണ്. കൊന്ന് ആ രത്നവും കയ്യിലെടുത്തു എന്നാണ്. കയ്യിലെടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. സത്രാജിത്തിന്റെ ഭാര്യമാരോ ശരിക്കും നാഥനില്ലാത്തവരെ പോലെ പലതും പറഞ്ഞ് നിലവിളിച്ച് കരയുന്നുണ്ട്. അതൊന്നും വകവെച്ചില്ല. ശരിക്കും ഈ കശാപ്പുകാരൻ മൃഗങ്ങളെ കൊല്ലുന്ന ആ ലാഘവത്തോട് കൂടിയിട്ടാണ് ഈ സത്രാജിത്തിനെ ഈ ശതധന്വാവ് കൊന്നത് എന്നാണ്. നോക്കൂ, ഇപ്പൊ ആ മണി കയ്യിൽ വന്നത് കൊണ്ട് എന്തൊക്കെ അപകടം ഉണ്ടായത് എന്ന് ആലോചിച്ച് നോക്കൂ. സഹോദരൻ പോയി, ഇപ്പൊ താനും പോയി എന്നാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം എന്നാണ്. അന്നൊന്നും ലോകത്തിന്റെ സ്വഭാവം അതാണെന്ന് കാണിച്ചു തരികയാണ്. ഇപ്പൊ അച്ഛൻ മരിച്ച വിവരം അറിയാണ് സത്യഭാമ. ഇവിടെ അണിച്ച കൃഷ്ണനും ഇല്ല. എന്താ ചെയ്തത്? സത്യഭാമാജപിതരം കഥം വീഴ്ച ശുചാർപ്പിതാവലപത്താതേതിഹാകഥാസ്മീതി മുഖ്യതി. സത്യഭാമയ്ക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. സത്യഭാമ അവിടെ അച്ഛന്റെ കൊട്ടാരത്തിൽ ചെന്നു. അച്ഛന്റെ മൃതശരീരം കെട്ടിപ്പിടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഞാനും ഇപ്പൊ മരിച്ചതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മഹർസ്യപ്പെട്ടത് എന്നാണ്. അതിനുശേഷം ഈ സത്യഭാമ ഈ സത്രാജിത്തിന്റെ ശവശരീരത്തെ ഒരെണ്ണത്തോണിയിലിട്ട് കേടുവരാത്ത വിധത്തിൽ സൂക്ഷിച്ചു എന്നാണ്. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു എന്നാണ്. അപ്പൊ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഈ ബോഡി സൂക്ഷിക്കുന്ന ഒരു ഏർപ്പാട്. ഇത് ചില ആ ഔഷധത്തിന്റെയും തൈലത്തിന്റെയും ഒക്കെ പ്രഭാവം കൊണ്ടും മന്ത്രസിദ്ധി കൊണ്ടും ഒക്കെയാണ് അന്ന് ആ നില അതായത് ആ നിലയിലേക്ക് ആളുകൾ ചെയ്തത് എന്നാണ് പറയുക. അപ്പൊ സത്യഭാമ തന്റെ അച്ഛന്റെ ശവശരീരത്തെ ഒരു എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ച് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് നേരെ കൃഷ്ണനോട് വിവരം പറയാനായിട്ട് ഹസ്തിനാപുരം കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഭഗവാനാണെച്ചാലോ സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ്. ആ എല്ലാം അറിയുന്ന ആളാണെങ്കിലും എല്ലാം അറിയുന്ന ആളെ കൃഷ്ണൻ
പക്ഷെ കൃഷ്ണന്റെ അടുത്ത് ചെന്നിട്ട് ദുഃഖത്തോട് കൂടിയിട്ട് അച്ഛൻ മരിച്ച വർത്തമാനം പറഞ്ഞ് കരയുകയാണ് സത്യഭാമ. ഇത് കേട്ടപ്പോഴോ ഭഗവാനോ ശരിക്കും ലോകരീത്യ തനിക്കും ദുഃഖമുണ്ട് എന്ന ഭാവത്തിൽ അഭിനയിച്ചു എന്നാണ്. കാരണം ഭാര്യയുടെ അച്ഛനാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ തനിക്കും അതിൽ കുറച്ച് ദുഃഖമൊക്കെ ഉണ്ട് എന്ന് അഭിനയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ലോകത്തിലെ ആളുകളും ഭാര്യയ്ക്കൊക്കെ അനിഷ്ടം തോന്നാൻ സാധ്യതയുണ്ട്. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഭഗവാനും ദുഃഖമുള്ളവനെ പോലെ ബലരാമനോട് കൂടി അഭിനയിക്കുന്ന കഷ്ടം, നമുക്ക് ഇങ്ങനെ ഒരു സങ്കടം വന്നൂല്ലോ എന്നുള്ള ഭാവത്തിൽ. അത് കഴിഞ്ഞ് ഭഗവാനോ ബലരാമനോട് കൂടിയിട്ട് ഹസ്തിനാപുരം കൊട്ടാരത്തിന് പുറപ്പെട്ടു. കാരണം ഇനി സത്യഭാമിയുടെ അച്ഛനെ കൊന്ന, ആ സത്രാജിത്തിനെ കൊന്ന ആളോട് പ്രതികാരം ചെയ്യണം, അയാളെ കൊല്ലണം എന്ന ഭാവത്തില് ശതധന്വാവിനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ആ ശതധന്വാവിനെ അന്വേഷിച്ച് പുറപ്പെട്ട് ശതധന്വാവിനെ കൊന്ന് ശതധന്വാവിന്റെ കയ്യിൽ നിന്ന് രത്നം വീണ്ടെടുക്കണം എന്ന ഭാവത്തിലാണ് ഭഗവാൻ അവിടുന്ന് പുറപ്പെട്ടത് എന്നാണ്. ഇത് നമ്മളെ ശതധന്വാവ് അറിഞ്ഞു. ഈ ശതധന്വാവ് കൃഷ്ണൻ തന്നോട് യുദ്ധത്തിന് ഒരുങ്ങി വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ കൃതവർമാവിനെയാണ് ആദ്യം ചെന്ന് കാണുന്നത്. കാരണം ഇവര് രണ്ടുപേരും പറഞ്ഞിട്ടാണല്ലോ താൻ ആ സത്രാജിത്തിനെ കൊന്നത്. അപ്പൊ കൃതവർമാവിനോട് ചെന്ന് പറഞ്ഞു, അതെ, എന്നോട് യുദ്ധത്തിന് കൃഷ്ണൻ വരുന്നുണ്ട്, നിങ്ങൾ എന്നെ യുദ്ധത്തില് എനിക്ക് എന്റെ കൂടെ നിന്നിട്ട് എന്നെ സഹായിക്കണം, കൃഷ്ണനെതിരെ യുദ്ധം ചെയ്യാനാണ്. ഇപ്പോ ഇത് കേട്ടപ്പോ ആ കൃതവർമാവ് അതിന് തയ്യാറല്ല എന്നാണ്. അല്ല, രാമകൃഷ്ണന്മാരോട് യുദ്ധം ചെയ്യേ, ഞാൻ തയ്യാറല്ല അതിന് എന്നാണ്. കാരണം ഭഗവാനെതിരെ അതായത് അപരാധം ചെയ്യുന്ന, ഭഗവാനോട് അപരാധം ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ക്ഷേമം ഉണ്ടാവില്ലല്ലോ. നാഹമീശ്വരയോ കുര്യാം കേളനം രാമകൃഷ്ണയോഹോ കോനു ക്ഷേമായ കൽപ്പേര തയോർ രുചിരമാചരന്. അവരോട് അപരാധം ചെയ്യുന്ന ആർക്കാണ് ക്ഷേമത്തോടു കൂടി ഇരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് അവരോട് ഒന്നും അനിഷ്ടം ചെയ്യാൻ ഞാനില്ല. കാരണം എന്താ അവരുടെ പ്രഭാവം? കംസ നാഗാ സഹാനുഗോപീതോ യദ്വേഷാൽ ത്യാജിതശ്രിയ ജരാസന്ധ സപ്തദശ സംയുഗാൻ വിരധോ കഥ. ശ്രീകൃഷ്ണനോടുള്ള വൈരനിമിത്തം ആ കംസനും അനുയായികൾക്കും ഐശ്വര്യമൊക്കെ നഷ്ടപ്പെട്ട നാശത്തെ പ്രാപിച്ചില്ലേ. ജരാസന്ധനാണ് വെച്ചാൽ 17 തവണയാണ് അതായത് കൃഷ്ണനോട് യുദ്ധം ചെയ്ത് സൈന്യം മുഴുവൻ നശിച്ച് ആ കാൽനടയായിട്ട് തന്റെ രാജ്യത്തിലേക്ക് പോയത്. അപ്പൊ അങ്ങനെയുള്ള ആ രാമകൃഷ്ണന്മാരോട് യുദ്ധം ചെയ്യാൻ പോയ നേരിയാവുമെന്നാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ കൃതവർമാവ് ശതധന്വാവിനെ കൈയൊഴുകിയാണ്. ഇതാണ് നമ്മളൊക്കെ ഓരോരുത്തരുടെ വാക്കും കേട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തിക്ക് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അപകടം വരുമ്പോൾ അവരാരും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല. അതാണ് ലോകത്തിന്റെ സ്വഭാവം. എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കുന്നതാണ്. എല്ലായിടത്തും അനുഭവിക്കുന്നതാണ് അതെന്നാണ്. അതെല്ലാ അതായത് ഫീൽഡിലും ആ ഒരു ഭാവം കാണുന്നതാണ്. അപകടം വരുമ്പോൾ ആരും ഉണ്ടാവില്ല അല്ലേ. ആ നല്ല കാലത്തൊക്കെ എല്ലാവരും ഉണ്ടാവും, നന്നാന്നൊക്കെ പറയും. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അതിന്റെ കാര്യസ്ഥിതി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാനോ അതിന് പ്രതിവിധി ചെയ്യാനോ അയാളെ സഹായിക്കാനോ ആരും തയ്യാറാവില്ല. ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അതും കേട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഒന്ന് കേട്ട് നമ്മള് ആ കേട്ട ആളോട് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യണമെങ്കിൽ കേട്ട കാര്യം സത്യമാണോ എന്ന് ആദ്യം നമ്മൾ നോക്കണം എന്നാണ്. അതിൽ വല്ല വാസ്തവം ഉണ്ടോ എന്ന് അറിയണം എന്നാണ്. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണ കേട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ അപകടം തന്നെയാണ് ഉണ്ടാവുക. അതാണ് ലോകത്തിന്റെ സ്വഭാവം, അതാണ്. അപ്പൊ ഇവിടെ ആ കൃതവർമാവ് കൈവടിഞ്ഞപ്പോ പിന്നെ നേരെ അക്രൂരന്റെ അടുത്തേക്കാണ് പോണത് ശതധന്വാവ് എന്നാണ്. ആ അക്രൂരന്റെ അടുത്ത് ചെന്ന് അക്രൂരനോട് പറഞ്ഞു, അതെ അക്രൂര, ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ സത്രാജിത്തിനെ കൊന്നിട്ട് രത്നം അപഹരിച്ചത്. ഇപ്പൊ കൃഷ്ണൻ എന്നോട് യുദ്ധത്തിന് വരുന്നുണ്ട്, നിങ്ങൾ എന്നെ സഹായിക്കണം, അക്രൂരൻ സഹായിക്കണം എന്നാണ്. ഇതിങ്ങോട്ട് കേട്ടതോടുകൂടെ അക്രൂരൻ എന്താ ചെയ്തത്? നിന്ന നിൽപ്പിൽ നിന്ന് 4 പ്രദക്ഷിണവും 3 നമസ്കാരവും ആദ്യം ചെയ്തു എന്നാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ നോക്കൂ, കൃഷ്ണനോട് യുദ്ധം ചെയ്യേ. അതായത് ഭഗവാന്റെ വീര്യം ശരിക്കറിയാം. ആ ഈശ്വരന്മാരുടെ ഫലത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ആളാണ് അക്രൂരൻ എന്നാണ്. ആ ഭഗവാന്മാരോട് വിരോധം സമ്പാദിക്കാൻ ആർക്കാ സാധിക്കുക? പറഞ്ഞു, ഇത് ആരാ കൃഷ്ണൻ? ഇതം ലീലയാവിശ്യം സൃജത്യവതി ഹന്തിജ ജ്യേഷ്ഠാം വിശ്വസൃജോയസ്യ ന വിദുർ മോഹിതാജയ
ഏതൊരു ഭഗവാനാണോ ഈ ലോകത്തെ ലീലയായിട്ട് സൃഷ്ടിക്കുക, ആ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ആളാണ്. അപ്പൊ ഈ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരനാണ് രാമനും കൃഷ്ണനും. അവര് ആ ഈശ്വരന്മാരാണ് ഇപ്പൊ ഭൂമിയിൽ മനുഷ്യന്മാരായിട്ട് അവതരിച്ചിരിക്കുന്നത്. എന്താ കൃഷ്ണന്റെ പ്രഭാവം? യസപ്രഹായണ ശൈലം ഉൽപ്പാട്ടികേന പാണിന ദദാരലീലയാ ബാല ഉച്ചരീന്ദ്ര വിവാർഭക. 7 വയസ്സ് പ്രായത്തിലാണ് ആ കൃഷ്ണൻ ഗോവർദ്ധനം എന്ന പർവ്വതത്തെ ഉയർത്തി കൊട പോലെ പിടിച്ച് 7 ദിവസം ഇന്ദ്രന്റെ പേമാരിയിൽ നിന്ന് ഗോകുലത്തെയൊക്കെ രക്ഷിച്ചതെന്നാണ്. അങ്ങനെയുള്ള ആ ഭഗവാനോട് ആർക്കാണ് വിരോധം? അതായത് ഭഗവാനോട് ആരാണ് വിരോധം ഭാവം നടിക്കുക? അത് ആർക്കും കഴിയില്ല. ആ ഭഗവാനോട് വിരോധിയാവാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞ് നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അദ്ഭുത കർമ്മണേ അനന്തായ ആദിഭൂതായ കൂടസ്ഥായ ആത്മനേ നമ. ആരാ ഭഗവാൻ? അത്ഭുതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അല്ലേ? അത്ഭുത ലീലകളോട് കൂടിയവനും അനന്തനും എല്ലാറ്റിനും കാരണഭൂതനും എല്ലാവരിലും അന്തര്യാമിയായിട്ട് വിളങ്ങുന്നവനും ആത്മസ്വരൂപനുമായിട്ടുള്ള ആ ഭഗവാന് എന്റെ നമസ്കാരം എന്നും പറഞ്ഞ് ആ മൂപ്പര് നമസ്കരിക്കുകയാണ്. ഇത് കണ്ടപ്പോ ശതധന്വാവിന് കാര്യം മനസ്സിലായി. ഇവർ രണ്ടുപേരും കൂടെ തന്നെ ശരിക്ക് വല്ലാത്തൊരു ട്രാപ്പിൽ പെടുത്തിയതാണ്, ചതിച്ചതാണെന്ന് മനസ്സിലായി. പിന്നെ വേറെ ഒന്നും നോക്കാൻ നിന്നില്ല ശതധന്വാവ്. എന്താ ചെയ്തത്? ആ രത്നം അക്രൂരിന്റെ നേരെ എറിഞ്ഞു എന്നാണ്. അക്രൂരിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്തിനാ ഈ രത്നം അല്ലെങ്കിൽ സമന്തകം ഈ അക്രൂരിന്റെ കയ്യിൽ കൊടുത്തത്? തൊണ്ടി കിട്ടിയാലും അല്ലെ, ഇന്നത്തെ ഭാഷയിൽ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ടി വരുന്നതാണ്. അപ്പോ അക്രൂരിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഈ ശതധന്വാവ് അവിടുന്ന് ആ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയുടെ പുറത്ത് കയറിയിട്ട് നല്ല വേഗത്തില് കുതിരയെ തെളിച്ച് അവിടുന്ന് പോവുകയാണെന്നാണ്. ഭഗവാൻ ഈ കാര്യം അറിഞ്ഞപ്പോ ഭഗവാനും ആ ശതധന്വാവിന്റെ പിന്നാലെ ബലരാമനോട് കൂടിയിട്ട് പുറപ്പെട്ടു എന്നാണ് കുതിര പുറത്ത്. അങ്ങനെ ശതധന്വാവിന്റെ കുതിര മിഥിലാ രാജ്യത്തിന്റെ ഉപവനത്തിൽ എത്തിയ സമയത്ത് ആ കുതിര ക്ഷീണം കൊണ്ട് തളർന്ന് അവിടെ വീണ് ചാവുകയാണ് എന്നാണ്. പിന്നെ രക്ഷയില്ല, കുതിര പോയി. അപ്പൊ എന്താ ചെയ്തത്? ശതധന്വാവ് അവിടുന്ന് കാൽനടയായി ഇറങ്ങി ഓടാൻ തുടങ്ങി എന്നാണ്. പിന്നാലെ കൃഷ്ണനും ഉണ്ട്. പിന്നെ കൃഷ്ണൻ ആ ശതധന്വാവിനെ പിടിച്ചു എന്നാണ്. പിടിക്കുക മാത്രമല്ല, ആ തന്റെ ചക്രം കൊണ്ട് പദാതേർ ഭഗവാൻ തസ്യ പദാതി തിഗ്മനേമിന ചക്രേണ ശിര ഉൾകൃത്യ വാസസോ വ്യജനോന്മണി. അതായത് ആ ശതധന്വാവിന്റെ പിന്നാലെ ഓടിയിട്ട് തന്റെ മൂർച്ചയുള്ള ചക്രം കൊണ്ട് ആ ശതധന്വാവിന്റെ ശിരസ് ഛേദിച്ചു എന്നാണ്. അതിനുശേഷം അവന്റെ ശരീരത്തിൽ അന്വേഷിച്ച് നോക്കിയപ്പോഴോ അവന്റെ പക്കൽ നിന്ന് ഈ മണി കിട്ടിയില്ല എന്നാണ്. മണി കിട്ടാണ്ട് വന്നപ്പോ ബലരാമനോട് ചെന്ന് പറഞ്ഞു, അല്ല ജ്യേഷ്ഠ, അവനെ കൊന്നത് വെറുതെ ആയിട്ടു എന്നാണ്. എന്താ, അവന്റെ കയ്യിൽ ആ രത്നമില്ല എന്നാണ്. ഇത് കേട്ടപ്പോ ബലരാമനും അത് അത്ര പിടിച്ചില്ല എന്നാണ്. ബലരാമനും കൃഷ്ണനെ കുറിച്ച് അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത പോലെ അവിടെ സംസാരിക്കുന്നത്. എന്താ ബലരാമൻ പറഞ്ഞത്? ഈ മണി ആരെയെങ്കിലും ഈ ശതധന്വാവ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. ബലരാമന്റെ ഉള്ളിൽ സംശയം പറയാ. ഈ കൃഷ്ണൻ മണി തന്നിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കള്ളക്കളി അവിടെ കളിച്ചിട്ടുണ്ട് എന്നാണ് ബലരാമന് തോന്നിയിട്ടുള്ള സംശയം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ മണി ഈ ശതധന്വാവ് ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ദ്വാരകയിലേക്ക് ചെന്നോളൂ. ഞാൻ എന്തായാലും ഇനി ദ്വാരകയിലേക്ക് ഇല്ല. ഞാൻ ഇനി മിഥിലാ രാജാവിന്റെ ആതിഥ്യം സ്വീകരിച്ച് മിഥിലാ രാജാവിന്റെ ചങ്ങാതിയാണ്, ഞാൻ മിഥിലാ രാജാവിനെ കാണാനായിട്ട് പോവുകയാണ് എന്നും പറഞ്ഞ് ബലരാമൻ അവിടുന്ന് തെറ്റിയിട്ട് നേരെ മിഥിലാ രാജ്യത്തിലേക്ക് പോവുകയാണ് എന്നാണ്. ഇപ്പോ അതായത് ബലരാമന്റെ സംശയം കൃഷ്ണന്റെ അറിവോട് കൂടി രത്നം മാറ്റിയിരിക്കുകയാണെന്നാണ്. ആ ശങ്ക വരികയാണ്. കുറച്ച് നീരസത്തോടു കൂടി തന്നെയാണ് രാമൻ ശതധന്വാവ് രത്നം ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും, അതൊന്ന് അന്വേഷിക്കൂ, ദ്വാരകയിൽ ചെന്ന് അന്ന് അത് കണ്ടുപിടിച്ച് ആ വിവരം എന്നെ അറിയിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ബലരാമൻ അവിടുന്ന് പോയത്. അത് കൃഷ്ണന് വല്ലാണ്ട് ദുഃഖം ഉണ്ടാക്കി എന്നാണ്. അപ്പൊ ബലരാമൻ നേരെ തന്റെ സ്നേഹിതനായിട്ട് മിഥില രാജാവിനെ കാണാനായിട്ട് മിഥില രാജധാനിയിലേക്ക് ചെന്നു എന്നാണ്. അന്ന് മിഥില ഭരിക്കുന്നത് ബഹുളാശ്വൻ എന്ന രാജാവാണ് എന്നാണ്. ഇനി അദ്ദേഹത്തിന്റെ കഥ കുറച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട് എന്നാണ് അവസാനത്തില്.
ആ ബഹുലാശ്വനാണ് വെച്ചാൽ അദ്ദേഹത്തെ ആദരവോടുകൂടി സ്വീകരിച്ച് സൽക്കരിച്ചു എന്നാണ്. അങ്ങനെ അവിടെ താമസിക്കുകയാണ്. അപ്പൊ കൃഷ്ണനോടുള്ള പരിഭവം കാരണം ബലരാമൻ 3 കൊല്ലാണ് മിഥിലയിൽ താമസിച്ചത് എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ കാലത്താണ് ഈ ധൃതരാഷ്ട്രരെ പ്രേരിപ്പിച്ചതിനനുസരിച്ചിട്ട് ഈ ദുര്യോധനൻ ബലരാമന്റെ ശിഷ്യനായിട്ട് ഗദായുദ്ധത്തിൽ ഉപരിപഠനങ്ങളൊക്കെ നടത്തിയത് എന്നാണ് പറയുക. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ആ അതായത് ധൃതരാഷ്ട്രർ പ്രേരിപ്പിച്ചതിനനുസരിച്ചിട്ടാണ് ഈ ദുര്യോധനൻ ചെന്നത് എന്നാണ്. അപ്പൊ ദുര്യോധനൻ ശരിക്ക് ദുര്യോധനൻ നശിക്കാനുള്ള ഏകദേശമൊക്കെ കാരണക്കാരൻ നമ്മുടെ ധൃതരാഷ്ട്രർ തന്നെയാണ്. തദോശിച്ചൽ ഗതാങ്കാലെ ധാർത്തരാഷ്ട്ര സുയോധന എന്നാണ് അവിടെ. സുയോധനൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ദുര്യോധനൻ എന്നല്ല പറഞ്ഞത്. ഈ ധൃതരാഷ്ട്രയുടെ ഈ പ്രേരണ കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോയി ആ ബലരാമന്റെ ശിഷ്യനായിട്ട് മിഥിലയിൽ ചെന്ന് ഗദായുദ്ധമൊക്കെ പഠിച്ചു എന്നാണ്. അല്ലെങ്കിൽ അതില് വലിയ കാര്യങ്ങളൊക്കെ ബലരാമനിൽ നിന്ന് അഭ്യസിച്ചു എന്നാണ്. ഇപ്പൊ ഭഗവാനാണെങ്കിലോ സത്യഭാമയ്ക്ക് പ്രിയം ചെയ്യാനായിട്ട് ദ്വാരകയിൽ മടങ്ങിയെത്തി. അപ്പോ ബലരാമൻ ശ്രീകൃഷ്ണ ഭഗവാൻ സത്യഭാമിയോട് പറഞ്ഞു, എന്റെ അച്ഛനെ കൊന്ന ശതധന്വാവിനെ ഞാൻ വധിച്ചു, എന്നാൽ അവനിൽ നിന്ന് ആ മണിയൊന്നും കിട്ടിയതുമില്ല എന്നാണ്. അതിനുശേഷം ആ സത്രാജിത്തിന്റെ പരലോക ക്രിയകളൊക്കെ സുഹൃത്തുക്കളോട് കൂടിയിട്ട് വേണ്ടതുപോലെയൊക്കെ ചെയ്തു. കാലങ്ങൾ കുറച്ച് കഴിഞ്ഞു എന്നാണ്. കുറച്ച് കഴിഞ്ഞു. ഇപ്പോ ഈ കൃതവർമാവും അക്രൂരനും കൃഷ്ണൻ ശതധന്വാവിനെ വധിച്ച വിവരം അറിഞ്ഞതോടുകൂടെ വല്ലാണ്ട് പേടിച്ചു. ഇനിയിപ്പോ കൃഷ്ണൻ നമ്മുടെ നേരെ തിരിയോ എന്നൊരു പേടി അവർക്ക് തോന്നിയതാണ്. എന്താ അവര് ചെയ്തത്? കൃഷ്ണനെ പേടിച്ചിട്ട് രണ്ടുപേരും ദ്വാരകയിൽ നിന്ന് ഓടിപ്പോയി എന്നാണ്. അങ്ങനെ ഓടിപ്പോയിട്ട് ഈ അക്രൂരന്റെ അമ്മാവനാണ് കാശി രാജാവ് എന്നാണ്. അദ്ദേഹം ആ അമ്മാവന്റെ കൊട്ടാരത്തിൽ കാശിയിൽ ചെന്ന് താമസിക്കുകയായിരുന്നു എന്നാണ്. ഇപ്പൊ രത്നം അക്രൂരിന്റെ കയ്യിലുണ്ട്. അക്രൂരനാണ് വെച്ചാല് അതിനെ നല്ല രീതിയിൽ പൂജിക്കുന്നുണ്ട്. അപ്പൊ ധാരാളം ധനം അതൊന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അക്രൂരൻ എന്ത് ചെയ്തു? കാശിയിൽ ചെന്നിട്ട് അതിന്ന് ആ മണിയിൽ നിന്ന് കിട്ടുന്ന ധനം കൊണ്ട് ദിവസേന ശ്രേഷ്ഠങ്ങളായിട്ടുള്ള യാഗങ്ങള് ഭൂരിദക്ഷിണയോട് കൂടിയിട്ട് ചെയ്ത് കാശിയിൽ താമസിക്കുകയാണ്. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞു എന്നാണ്. ഇപ്പോ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ചില അനിഷ്ടങ്ങളൊക്കെ ദ്വാരകയിൽ കാണുകയാണ്. ഒരുപാട് അനിഷ്ട അനുഭവങ്ങള് അപ്പോ അതായത് അനാവൃഷ്ടി, പിന്നെ അതിവൃഷ്ടി, അതുപോലെ തന്നെ മഹാമാരികള്, ഇതൊക്കെ ഉണ്ടാവുകയാണ് എന്നാണ്. അപ്പൊ ഇത് കണ്ടപ്പോ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, എന്താ നമുക്കിങ്ങനെ ഈ ദ്വാരകയിൽ ഇങ്ങനെയുള്ള അതായത് അനിഷ്ടങ്ങളൊക്കെ കാണുന്നത്? ഇപ്പോ എന്തുകൊണ്ടാ ഈ തരത്തിലുള്ള അനിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാൻ കാരണം എന്നാണെങ്കിൽ പഴമക്കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഇവിടെ അക്രൂരൻ ഇല്ല എന്നാണ്. അക്രൂരൻ ഇവിടെ നിന്ന് പോയതോട് കൂടിയിട്ടാണ് അക്രൂരെ പ്രോഷിതേരിഷ്ടാൻ ന്യാസൻ വൈ ദ്വാരകൗസാം ശാരീര മാനസാസ്താവ മുഹുർദൈവിക ഭൗതികാഹ. അക്രൂരൻ ദ്വാരക വിട്ട് പോയത് മുതൽക്ക് ദ്വാരകാവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് പല പല ദുരിതങ്ങളും ഉണ്ടാവുകയാണ്. അത് ആ 3 തരത്തിലാണ് ഭാവങ്ങളൊക്കെ എന്നാണ് പറയുക. അതായത് ശാരീരികമായിട്ടും അതായത് മാനസികമായിട്ടും പലവിധ ദുഃഖങ്ങള്, പിന്നെ ദൈവികമായിട്ടും ഭൗതികമായിട്ടുള്ള താപങ്ങള്, ഇതൊക്കെ ഉണ്ടാവുകയാണ് എന്നാണ്. അപ്പൊ ഇതൊക്കെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പലതും അറിയുന്ന ആളാണ് ആ അക്രൂരൻ. പക്ഷെ ആ കാര്യങ്ങളൊക്കെ ശ്രീകൃഷ്ണന്റെ പ്രഭാവത്തെയൊക്കെ മറന്നിട്ടാണ്, വിസ്മരിച്ചിട്ടാണ് അക്രൂരൻ അവിടെ നിന്ന് പോയത്. അപ്പൊ അക്രൂരൻ അവിടെ നിന്ന് പോയതോടുകൂടെ ദ്വാരകയിലെ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടായി. നല്ല ആളുകൾ ഇരിക്കുന്ന ദിക്കില് അരിഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുക. ഇപ്പോ ശരിക്കും എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാൻ ഇരിക്കുന്നിടത്ത് ഈ അനിഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല ശരിക്കും പറഞ്ഞാല്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടുണ്ടായി? ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ദ്വാരകയില് ഈ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടായത് ഉള്ളതാണ് പരമാർത്ഥം. ഈശ്വരേച്ഛ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ലല്ലോ.
അപ്പൊ നല്ലത് വരുന്നതും ഈശ്വരന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് ദുഷിച്ച അനുഭവങ്ങൾ വരുന്നുണ്ടെങ്കിലും ഈശ്വരന്റെ ഇച്ഛ. അപ്പൊ ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഒരു വൈറസിന്റെ പിടിയിൽപ്പെട്ട് ഈ തരത്തില് ലോകം മുഴുവൻ തപിക്കുന്നുണ്ടെങ്കിൽ അതും ഈശ്വരേച്ഛയായിട്ട് കണക്കാക്കണം ഭക്തന്മാര്. എന്തുകൊണ്ടാണ്? അക്രൂരൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അക്രൂരനുള്ള ദിക്കില് മഹാമാരികളൊന്നും ഉണ്ടാവില്ല എന്ന് ഭാഗവതൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ അധ്യായത്തിൽ തന്നെ ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതിനു മുമ്പത്തെ ശ്ലോകത്തില്. അപ്പൊ എന്ത് വേണം? ധാർമ്മികന്മാരായിട്ടുള്ള ആളുകളില്ല ദിക്കില് അനിഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല, മഹാമാരികളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഈ തരത്തിൽ ദുരിതം അനുഭവിക്കുന്നു? നമ്മുടെ ഉള്ളിൽ നിന്ന് ധാർമ്മികത എന്നുള്ളത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നാണ്. ഒക്കെ അധർമ്മത്തിന്റെ ഭാവങ്ങളാണ്. ഈ ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ പിന്നിൽ അധർമ്മമുണ്ട്. അധർമ്മത്തിലൂടെ ഞങ്ങൾ വലിയ ധർമ്മികളാണ് എന്ന് കാണിക്കുകയാണ് എന്നാണ്. അപ്പൊ ഇപ്പൊ നമ്മളൊക്കെ അനുഭവിക്കുന്ന അനുഭവത്തിന്റെ കാരണം നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്. ആ നല്ല സജ്ജനങ്ങള്, അതുപോലെ തന്നെ ധാർമ്മികന്മാര്, ധർമ്മപ്രവൃത്തി, ഇതൊക്കെ നമ്മളിൽ നിന്ന് പോയാൽ അതിന്റെ അനുഭവം പ്രപഞ്ചത്തിൽ കാണും, യാതൊരു സംശയമില്ല. ഇത് മനസ്സിലാക്കിയിട്ടെങ്കിലും നമ്മൾ ധാർമ്മികന്മാരായിട്ട് ജീവിക്കണം. ഒരിക്കലും എന്തു വന്നാലും ധർമ്മം നമ്മൾ കൈപിടിയാൻ പാടില്ല. എന്താ നമ്മുടെയൊക്കെ ധർമ്മമായിട്ടിരിക്കുന്നത്? ഭഗവാനെ സർവാത്മന ആശ്രയിക്കുക, ഭഗവാനിൽ ഭക്തി വളർത്തുക. അങ്ങനെ ഭക്തി മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ അധർമ്മികളായിട്ട് തീരില്ല. അപ്പൊ ഇവിടെ അക്രൂരനില്ലാത്തത് കൊണ്ടാണ് ആ അനിഷ്ടങ്ങളൊക്കെ മഴയില്ല. അതുപോലെ ഒരുപാട് ദുരിതങ്ങളും മഹാമാരികളും ഇതൊക്കെ വരികയാണ്. അപ്പൊ ഇവിടെ അക്രൂരനില്ല എന്നുള്ളത് മനസ്സിലായി. ഈ അക്രൂരന് അങ്ങനെ ഒരു പ്രഭാവം ഉണ്ട് എന്നാ പറയുക. അതിനൊരു പണ്ടത്തെ ഒരു കഥ അവിടെ അനുസ്മരിക്കുന്ന ഒരു ശ്ലോകത്തില്, ദേവേ വർഷതികാശീയ ശൗഫൽക്കായ ആഗതായ വൈ സസുതാം ഗാന്ധിനിയും പ്രാതാൾ തതോ വഷ്മസ്മ കാശിഷു. ഒരു കാലത്ത് കാശി രാജ്യത്ത് 12 കൊല്ലം മഴ പെയ്തില്ല എന്നാണ്. ആ മഴ പെയ്യാതെ വന്നപ്പോ വല്ലാണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. 12 കൊല്ലമൊക്കെ മഴയില്ലാതായ എന്താ സ്ഥിതി? അപ്പോഴാണ് യാദൃച്ഛികമായിട്ട് ഈ ഷൊഫൽക്കൻ കാശി രാജ്യത്തിലേക്ക് വന്നു ചേർന്നു എന്നാണ്. ഷൊഫൽക്കൻ കാശിയിൽ കാലുകുത്തിയതോടുകൂടെ അവിടെ നല്ല മഴയുണ്ടായി എന്നാണ്. അപ്പൊ ഷൊഫൽക്കന്റെ പ്രഭാവം കൊണ്ടാണ് ഈ കാശിയിൽ മഴ പെയ്തത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാശി രാജാവ് എന്താ ചെയ്തത്? തൻ്റെ മകളായിട്ടുള്ള ആ ഗാന്ധിനിയെ ഈ ഷൊഫൽക്കന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. ഈ ഗാന്ധിനിയില് ഷൊഫൽക്കൻ ഉണ്ടായിട്ടുള്ള പുത്രനാണ് ഈ അക്രൂരൻ എന്നാണ്. ഈ അക്രൂരനും ഷൊഫൽക്കനെ പോലെ തന്നെ ആ നല്ല പ്രഭാവശാലിയാണ്. അദ്ദേഹം താമസിക്കുന്ന ദിക്കില് അതിവർഷമോ അനാവൃഷ്ടിയോ ബാലമരണമോ മാരക രോഗങ്ങളോ ക്ഷാമമോ അതുപോലെ തന്നെ കൊടുങ്കാറ്റോ മറ്റു ഉപദ്രവങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ അക്രൂരൻ അവിടെ നിന്ന് പോയതാണ് ദ്വാരകയിൽ ഇപ്പോ കാണുന്ന അനിഷ്ടങ്ങൾക്കൊക്കെ കാരണം എന്നാണ്. ഇന്ന് ഈ ലോകത്തിൽ കാണുന്നില്ല ഈ അനിഷ്ടങ്ങളൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൊടുങ്കാറ്റായിട്ടും ചുഴലിക്കാറ്റായിട്ടും പൊടിക്കാറ്റായിട്ടും അതുപോലെ തന്നെ മഹാരോഗങ്ങളായിട്ടും മഹാമാരികളായിട്ടും ഇതൊക്കെ എന്താ കാരണം? അക്രൂര ഭാവം നമ്മളെ ഉള്ളിൽ നിന്ന് പോവുകയാണ് എന്നാണ്. നമ്മളൊക്കെ മനുഷ്യന്റെ രൂപത്തിലുള്ള മൃഗങ്ങളാണ് എന്നാണ്. കാട്ടുമൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന നീച കൃത്യങ്ങളാണ് ഇന്ന് മനുഷ്യന്മാര് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ അവന്റെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ? 2 കാലുള്ള മൃഗം എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മനുഷ്യന്മാരെ മൃഗങ്ങളുടെ സ്വഭാവത്തോടു കൂടിയുള്ളവരായിട്ട് തീരുമ്പോ ശരിക്ക് ഇവിടെ ആ അനിഷ്ടങ്ങള് ലോകത്തിലുണ്ടാവും, യാതൊരു സംശയമില്ല എന്നാണ്. അതാണ് കാരണം എന്നാണ്. അപ്പൊ ഇത് പഴമക്കാരൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായി. ഇപ്രകാരം ദ്വാരകയിലുള്ള വൃദ്ധന്മാരൊക്കെ പറയണത് കേട്ട് ഇതിന് കാരണം അക്രൂരൻ പോയതല്ല. അക്രൂരൻ ഇവിടുന്ന് പോയതാണ്. ഈ നാട്ടുകാരുടെ അതാ സംസാരം. അവരുടെ വർത്തമാനമൊക്കെ അങ്ങനെ. അക്രൂരൻ ഇവിടുന്ന് പോയത് കൊണ്ടാണ് ഇവിടെ ഈ അനിഷ്ടങ്ങളൊക്കെ. പക്ഷേ ഭഗവാൻ അറിയാത്ത അക്രൂരൻ പോയത് കൊണ്ടൊന്നും അല്ലത് തന്റെ ഇച്ഛയാണ്. കാരണം ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ഇവിടെ നടത്താനുണ്ട്. അതിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷെ നാട്ടുകാര് പറയുന്നതിനനുസരിച്ചിട്ട് വേണമല്ലോ നമ്മൾ മനുഷ്യനാട്യം അനുസരിച്ചിട്ട് ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ അക്രൂരനെ ആളയച്ചു വരുത്തുകയാണ് എന്നാണ്. അക്രൂരനെ കണ്ടപ്പോ ശ്രീകൃഷ്ണൻ വളരെ സന്തോഷമായി. അക്രൂരൻ പറഞ്ഞയച്ചതിനനുസരിച്ച് വന്നു എന്നാണ്. വന്ന അക്രൂരനെ വേണ്ടതുപോലെ പൂജിച്ചു, സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ആ അക്രൂരനെ സന്തോഷിപ്പിച്ച ശേഷം എല്ലാം അറിയുന്നവനായിട്ടുള്ള വിജ്ഞാത അഖില ചിത്തജ്ഞ സ്മയമാന ഉപാധ,
സകലതും അറിയുന്ന ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നനു ദാനപതേനസ്ത്വയ്യാസ്തേ ശതധന്വന സമന്തകോ മണി ശ്രീമാൻ വിദിത പൂർവമേവന. ഈ അക്രൂരൻ ഇവിടുന്ന് ഈ മണിയുമായിട്ട് കാശിയിൽ ചെന്നിട്ട് അവിടെ വെച്ച് ധാനപതി എന്ന പേര് സ്വീകരിച്ചു. അപ്പൊ ഈ അക്രൂരനെ പല സന്ദർഭങ്ങളിലും ധാനപതി ധാനപതി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഇവിടെ ഭഗവാൻ അതാ പറഞ്ഞത്, അവിടുന്ന് അല്ലയോ ധാനപതിയായിട്ടുള്ള അക്രൂര, ശതധന്വാവ് എല്ലാ ഐശ്വര്യത്തിനും കാരണമായിട്ടുള്ള ആ മണി അങ്ങനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. ഇപ്പോ സത്രാജിത്തിനാണെങ്കിലോ പുത്രന്മാരില്ല. പുത്രിയായിട്ട് സത്യഭാമിയുടെ ആ പുത്രന്മാര് ആ സത്രാജിത്തിന്റെ വേണ്ട ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ മണിയുടെ അവകാശികൾ ആരാണ്? ശരിക്ക് ആ സത്യഭാമ തന്നെയാണ്, സത്യഭാമന്റെ പുത്രന്മാരൊക്കെ സത്യഭാമയുടെ പുത്രന്മാർ തന്നെയാണ് അത് അനുഭവിക്കേണ്ടത് എന്നാണ്. അല്ലെങ്കിൽ അതിന്റെ ധനത്തിന്റെ ഭാവങ്ങളൊക്കെ അനുഭവിക്കേണ്ടത് അവരാണ് എന്നാണ്. ഇപ്പോ ആ ശരിക്ക് സത്യഭാമയുടെ പുത്രന്മാർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ ഈ മണിയുടെ പ്രഭാവം എന്താ? അതിന് കുറച്ച് മനഃശുദ്ധിയും വ്രതശുദ്ധിയും ഒക്കെ ഉണ്ടാകണം ആ മണിയെ കൈകാര്യം ചെയ്യാനാണ്. അല്ലാത്ത ആളുകൾക്ക് അത് കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അപകടം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ശാസ്ത്രപ്രകാരം സത്യഭാമിയുടെ പുത്രന്മാർക്ക് അവകാശപ്പെട്ടതും വ്രതശുദ്ധി ഇല്ലാത്തവർക്ക് ധരിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഈ രത്നം ഭക്തിയും വ്രതശുദ്ധിയുള്ള ആ അക്രൂര അങ്ങിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ എന്തിനപ്പ അങ്ങേ ഞാൻ ആ മണിയുമായിട്ട് ഇങ്ങോട്ട് വരുത്തിച്ചതെന്നാണെങ്കിൽ ഈ മണിയെ കുറിച്ചുള്ള യഥാർത്ഥ വസ്തുത ആ ബലരാമനും അതുപോലെ ദ്വാരകാവാസികളും ഒക്കെ അറിയണം. അപ്പൊ തന്റെ പേരിലുള്ള ആ ദുഷ്കീർത്തി ഒന്ന് ഇല്ലാണ്ടാക്കി കിട്ടണം. അപ്പോ അതിനുശേഷം മണി അങ്ങ് കൊണ്ടുപോയിക്കോളൂ. ഇപ്പൊ നോക്കൂ, ഈ മണി സത്യഭാമയ്ക്ക് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ ഇനി സത്യഭാമയുടെ പുത്രന്മാർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ ഭഗവാൻ സത്യഭാമയുടെ പുത്രന്മാർക്ക് കൊടുക്കാനല്ല പറഞ്ഞത്. അക്രൂരൻ ആ മണിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ധനം ബാക്കിയുള്ളതൊക്കെ സത്യഭാമയുടെ പുത്രന്മാർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ മണി കൊടുക്കണ്ട എന്നാ ശ്രീകൃഷ്ണ ഭഗവാൻ പറയണത്. മണി അക്രൂരന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ്. കാരണം ഈ മണി കയ്യിൽ വെക്കണമെങ്കിൽ കുറച്ച് മനഃശുദ്ധിയും ആ വ്രതശുദ്ധിയും ഒക്കെ വേണമെന്നാണ്. ആ ഭക്തിയും ശുദ്ധിയൊക്കെ ഉണ്ടാവണം. ആ ഭക്തിയും ശുദ്ധിയൊക്കെ ഉള്ള ആൾ അക്രൂരനാണ്. അപ്പൊ അക്രൂരന്റെ കയ്യിൽ മണി ഇരുന്നാൽ വലിയ കുഴപ്പം വരില്ല. കാരണം ആ കിട്ടുന്ന ധനത്തെ ഏത് രീതിയിലാണ് ചെലവഴിക്കേണ്ടത് എന്ന് ഈ അക്രൂരന് നന്നായിട്ട് അറിയാം. ആ മനഃശുദ്ധി ഇല്ലാത്ത ആളുകളുടെ കയ്യിൽ മണി കിട്ടിയാലോ ലോഭം കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ധനമൊക്കെ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കും. ഈ ധനം ഒരിക്കലും നമ്മൾ സ്വന്തം കയ്യിൽ സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല. പിന്നെയോ അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അല്ല അതിന് സായിപ്പ് അതിന് പേരെന്നെ കൊടുത്തിട്ടുണ്ട്, കറൻസി എന്നാണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കേണ്ടത് ഒരാളുടെ കയ്യിൽ വെക്കേണ്ടതല്ല. നോക്കൂ, ആരൊക്കെ ധനത്തെ വല്ലാണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ അതിന്റെ പേരിൽ അവർ നശിച്ചിട്ടേ ഉള്ളൂ. അവർക്ക് ഉപയോഗം ഉണ്ടാവില്ല, അവർക്ക് നാശത്തിനും കാരണമാവും, മറ്റുള്ളവർക്ക് ഉപയോഗം ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ ഈ ധനത്തെ നമ്മള് ഈ അണ കെട്ടി നിർത്തി, വെള്ളം അതിൽ കെട്ടി നിർത്തിയ പോലെയാ. അതിന് വല്ലാത്തൊരു തള്ളിച്ചി ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ അത് പൊട്ടി ആ പുറത്തേക്ക് പോയി അപകടവും ഉണ്ടാവും എന്നാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? ദുഷിച്ച മാർഗത്തിൽ ചെലവാക്കാനല്ല ഇവിടെ പറയണത്. അതിനെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ലോകോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം എന്നാണ്. അതുകൊണ്ട് ലോകത്തിന് ക്ഷേമം ഉണ്ടാകുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ട് നമ്മളും ലോകത്തിൽപ്പെട്ട ആളായതുകൊണ്ട് നമുക്കും ക്ഷേമം ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരിക്കലും നമ്മൾ ധനം ആ പൂഴ്ത്തി നമ്മളെ സ്വന്തം സുഖത്തിനാന്ന് വിചാരിച്ച് സൂക്ഷിച്ച് സംഭരിച്ച് വെക്കരുത് എന്നാണ്. രണ്ട് കൈ ഭഗവാൻ തന്നത് എടുക്കാനും കൊടുക്കാനും വേണ്ടിയിട്ടാണ്. എടുത്ത് സൂക്ഷിക്കാൻ മാത്രമുള്ളതല്ല ഇത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ധനത്തെ അനാവശ്യമായിട്ട് നമ്മൾ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കരുത്. അത് വെച്ചു കഴിഞ്ഞാൽ അത് സർവനാശത്തിനും കാരണമായിട്ട് തീരും. അതിനെ എങ്ങനെ അതായത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. അങ്ങനെ വരുമ്പോഴോ അതിന്റെ പ്രയോജനം നമുക്കും ലോകത്തിനും കിട്ടുന്നതാണ്. കാരണം അതൊന്നും നമ്മുടെ ഒന്നും അല്ലല്ലോ. പിന്നെ കർമ്മഫലത്തിനനുസരിച്ചിട്ട് നമ്മുടെ കയ്യിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാനും പഠിക്കണം എന്നാണ്. ആ ധൂർത്തന്മാരാവാനല്ല പറയണത്. കാശിന്റെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള മട്ടില് തോന്നിയവാസമായിട്ട് ജീവിക്കാനല്ല പറയുന്നത്. അതിനെ ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതിന്റെ ആ ധർമ്മനിഷ്ഠയോട് കൂടിയിട്ടുള്ള ആ ധനത്തിന്റെ വിനിയോഗം കൊണ്ട് ലോകത്തിന് തന്നെ ആ ധർമ്മം ശരിക്കും പുഷ്ടിയെ കൊടുക്കും. അപ്പൊ അത് ലോകത്തിന് തന്നെ ക്ഷേമത്തെ ഉണ്ടാക്കും, മംഗളം ഉണ്ടാക്കി കൊടുക്കും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ്.
അപ്പൊ അക്രൂരന്റെ കയ്യില് അപ്പൊ എന്താ പറഞ്ഞത്? സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകള് എപ്പോഴും അക്രൂര സ്വഭാവം ഉള്ള ആളുകളായിരിക്കണം, ക്രൂരന്മാരാവരുത്. ഇന്ന് നേരെ മറിച്ചാണ് എന്നാണ്. ക്രൂരന്മാരായി കഴിഞ്ഞാൽ അനിഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പൊ എപ്പോഴും സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവര് എപ്പോഴും അക്രൂര അവരുടെ മനസ്സ് അത്യന്തം ശുദ്ധമാവണം എന്നാണ്. അപ്പൊ ആ സമ്പത്തിൽ ലോപബുദ്ധി വരില്ല നമുക്ക് എന്നാണ്. എന്താ ശാസ്ത്രം പറയുന്നത്? ലോപമൂലാനി പാപാനി എന്നാണ്. ലോഭമാണ് സകല പാപത്തിന്റെയും മൂലെന്നാണ്. അപ്പൊ ഒരിക്കലും ആ ലോഭം വരരുത് എന്നാണ്. ഏറ്റവും വലിയ പാപമാണ് ഈ ലോഭം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാവം വേണം സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ. അതാണ് ഇവിടെ വീണ്ടും അക്രൂരനെ തന്നെ ആ മണി ഏൽപ്പിക്കുന്നത് എന്നാണ്. ഭഗവാൻ പറഞ്ഞു, അതെ, ആ മണിയുടെ വാസ്തവസ്ഥിതി എന്താണെന്ന് ആ അതായത് രാജസദസ്സിൽ വെച്ച് അങ്ങ് അറിയിക്കുക. അപ്പൊ അറിയിച്ചു കഴിഞ്ഞാലോ ബലരാമനെയും ആ രാജസദസ്സിലേക്ക് വിളിച്ചു വരുത്തുക. അപ്പൊ ബലരാമനും അതിനോടുള്ള അവിശ്വാസം നീങ്ങി കിട്ടും, ദ്വാരകാവാസികൾക്കും സത്യസ്ഥിതി മനസ്സിലാവുന്നതാണ്. എന്നിട്ടോ അങ്ങ് മണിയും കൊണ്ട് പൊക്കോളൂ എന്നാണ്. കാരണം അങ്ങ് അതിന് നല്ല രീതിയിലാണല്ലോ പ്രയോജനപ്പെടുത്തുന്നത്. അങ്ങ് യജ്ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കിട്ടുന്ന ധനത്തെ ഉപയോഗിക്കുന്നത് എന്നാണ്. യജ്ഞം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണല്ലോ. അപ്പൊ അതിന്റെ പ്രയോജനം ലോകത്തിന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതവും യജ്ഞമയമായിട്ട് ജീവിക്കേണ്ടതാണ്, അല്ലാണ്ട് സ്വന്തം സ്വാർത്ഥമായിട്ടുള്ള ജീവിത രീതിയല്ല വേണ്ടത് എന്നാണ്. മനുഷ്യന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ മനുഷ്യന്റെ പ്രയത്നം, ആ മനുഷ്യന്റെ ജീവിതം യജ്ഞമയമാക്കി തീർക്കണം. യജ്ഞം എന്ന് വെച്ചാൽ ലോക നന്മയ്ക്ക് ഉതകുന്നത് എന്നർത്ഥം. ചെയ്യുന്ന ആൾക്ക് ഞാൻ ചെയ്യുന്നു എന്നുള്ള കർത്തൃത്വ ഭാവം ഉണ്ടാവരുത്. പിന്നെയോ ഒക്കെ ഈശ്വരനാണ്, ഈശ്വരൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് എന്ന ഭാവത്തില് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞമയമായിട്ട് തീരുന്നതാണ്. കർമ്മയോഗമായിട്ട് ചെയ്യുക, ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ അത് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് മണി ഇവിടെയുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അങ്ങ് തന്നെ കൊണ്ടുപോയിക്കോളൂ. ഇവിടെയുള്ള ആളുകളുടെ ആ ശങ്കയൊന്ന് തീർത്തു തന്നാൽ മതി. അങ്ങപ്പോ കാശിയില് സ്വർണ വേദികയിൽ വെച്ചാണ് അങ്ങ് യാഗങ്ങൾ മുടങ്ങാതെ നടത്തുന്നത്. അപ്പൊ യാഗത്തിന്റെ വേദിക തന്നെ സ്വർണം കൊണ്ടുള്ളതാ. അപ്പൊ ആ ധനം അങ്ങയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ മണി അങ്ങയുടെ കയ്യിലാണെന്ന് ഊഹിക്കാം. യാതൊരു വിഷമവും ഇല്ല എന്നാണ്. അപ്പോ അങ്ങ് ഇത് പറഞ്ഞിട്ട് അങ്ങ് തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്നാണ്. ഏവം സാമഭിരാരംഭ സ്വഫൽക്കതനയോ മണിം ആദായ വാസതാചന്നം തതോ സൂര്യസമപ്രഭം. ഇങ്ങനെ ആ ഭഗവാന്റെ വാക്കുകളൊക്കെ കേട്ടപ്പോ അക്രൂരന്റെ ഉള്ളിലും ചെറിയ വിഷമമൊക്കെ ഉണ്ടായി. താൻ മൂലം ഭഗവാൻ ഇങ്ങനെ ഒരു ദുഷ്കീർത്തി ഉണ്ടായില്ലേ, അതിന് താൻ കാരണക്കാരനാവേണ്ടി വന്നില്ലേ? എന്താ കാരണം? ഈ ദുഷിച്ച ആളുകളുമായിട്ടുള്ള സംസർഗം കൊണ്ട് കുറച്ച് സമയം മനസ്സ് ഈ ദുഷിച്ച ആളുകളുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തനിക്കും ആ ദുഷിപ്പ് വന്നു എന്ന് കാണിച്ചു തരികയാണ്. ഏതായാലും ആ തന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന മണിയെടുത്ത് ആ സഭാമധ്യത്തിൽ വെച്ചു അക്രൂരൻ എന്നാണ്. ഭഗവാന്റെ കയ്യിൽ തന്നെ കൊടുത്തു, ഭഗവാൻ സഭയുടെ മധ്യത്തിൽ വെച്ചു എന്നാണ്. പിന്നെ ആ ബലരാമനെ ആളയച്ചു വരുത്തി എന്നാണ്. ആളയച്ചു വരുത്തിയിട്ട് ഇപ്പോഴും സ്വാമിജി കഥ പറയുമ്പോൾ പറയും, ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനെ വിളിക്കാൻ പോയി എന്നാണ്. ബലരാമനാണ് വെച്ചാൽ എന്താ ചെയ്തത്? ആ കൃഷ്ണൻ വരണ്ടെന്ന് അറിഞ്ഞ ഉടനെ താമസിക്കുന്ന ആ കൊട്ടാരം പൂട്ടി പുറത്തേക്ക് വന്നു എന്നാണ്. അപ്പൊ ഭഗവാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മണി ഇപ്പൊ അക്രൂരന്റെ കയ്യിലുണ്ട്, അക്രൂരൻ ഈ ദ്വാരകയിലുണ്ട്, ജ്യേഷ്ഠൻ ഇനി അലോഹിയൊക്കെ അവസാനിപ്പിച്ചിട്ട് എന്റെ കൂടെ പോരണം എന്നാണ്. അപ്പൊ എന്താ ഭഗവാൻ പറഞ്ഞത്? ബലരാമൻ ഞാൻ അന്ന് വരുന്നില്ല, 2 ദിവസം കഴിഞ്ഞ് വരാം. ശ്രീകൃഷ്ണൻ പൊക്കോളൂ എന്നാണ്. ആ സമയത്ത് ഈ ബലരാമൻ താമസിക്കുന്ന കൊട്ടാരത്തിനകത്ത് നിന്ന് ഒരു ദീനരോധനം കേട്ടു എന്നാണ് പറയുക. തമാശയായിട്ട് സ്വാമിജി വളരെ രസമായിട്ട് അത് പറയുക. അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് കരയുക അത്രേ. അപ്പൊ ഭഗവാൻ ചോദിച്ചു, എന്താ ഏട്ടാ അതിനകത്ത് എന്തോ ഒരു കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നാണ്. കൃഷ്ണൻ അതൊന്നും നോക്കണ്ട, പൊക്കോളൂ. ഈ നോക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഭഗവാന് തോന്നിയെന്നാ നോക്കി തന്നെ കാര്യമുള്ളൂ എന്നാണ്. ആ വാതില് തള്ളി തുറന്ന് നോക്കി ഇത്രേ ഭഗവാൻ. കണ്ടു. എന്താ കണ്ടത്? അതായത് ആ ദുര്യോധനൻ ആ ഇടത്തെ തൊടയില് മുറിഞ്ഞു കിടക്കണ രംഗം കാണുക. അപ്പൊ അത് ശ്രീകൃഷ്ണ ഭഗവാൻ നോക്കി വെച്ചു എന്നാണ്. ഈ ബലരാമൻ ഗദായുദ്ധം അഭ്യസിപ്പിക്കുന്ന സമയത്ത് ആ ബലരാമന്റെ കൈകൊണ്ട് അബദ്ധത്തിൽ ഒരടി ഈ ദുര്യോധനന്റെ ഇടത്തെ തൊടയിൽ കൊണ്ടുവന്നാണ്. അപ്പൊ എല്ല് പൊട്ടിയതാ, പൊട്ടി കിടക്കുക അവിടെ. അപ്പൊ വിശ്രമിക്കുകയാണ്. അന്ന് കൃഷ്ണൻ കണ്ടുവച്ചതാണ്, ഇതൊരിക്കൽ പൊട്ടിയതാണ്. അപ്പൊ ഇനി വീണ്ടും പൊട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടാണ് അത്ര മഹാഭാരത യുദ്ധത്തില് ആ ഭീമസേനോട് അതായത്
ദുര്യോധനന്റെ തുടക്കടിച്ചോളാം, ഇടത്തെ തൊടയിൽ അടിക്കാൻ പറഞ്ഞത് എന്നാണ്. ഇതൊക്കെ അങ്ങനെ പറയാറുണ്ട് എന്നാണ്. എന്തായാലും ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ബലരാമൻ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ദ്വാരകയിലെത്തി. അവിടെ വെച്ച് അക്രൂരൻ മണിക്ക് സംഭവിച്ചിട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ സഭയുടെ മധ്യത്തിൽ വെച്ച് തുറന്നു പറഞ്ഞു എന്നാണ്. അങ്ങനെ ഭഗവാൻ വീണ്ടും ആ മണി അക്രൂരന് തന്നെ മടക്കി കൊടുത്തു എന്നാണ്. സമന്തകം ദർശയിത്വാ ജ്ഞാതിഭ്യോ രജ ആത്മന വിമൃജ്യ മണിനാഭൂയ തസ്മൈ പ്രത്യർപ്പയൽ പ്രഭു എന്നാണ്. അങ്ങനെ ബന്ധുക്കൾക്കൊക്കെ ആ മണി കാണിച്ചു കൊടുത്ത് അതിലൂടെ തനിക്കുണ്ടായിട്ടുള്ള ദുഷ്പേര് കളഞ്ഞ ശേഷം ഭഗവാൻ ആ മണിയെ വീണ്ടും അക്രൂരന് കൊടുത്തു എന്നാണ്. ഇങ്ങനെയുള്ള ഈ സമന്തകോപാഖ്യാനം യദ്വേദൽ ഭഗവത ഈശ്വരസ്യ വിഷ്ണോർവിദ്യാഢ്യം പ്രജിനഹരം സുമംഗളം ച ആഖ്യാനം പഠതി സ്മരേ ശൃണോത്യനുസ്മരേദ്വാ ദുഷ്കീർത്തിം ദുരിതമബോധ്യ യാതിശാന്തിം. ഏതൊരാളാണോ ഈ കഥ ശ്രദ്ധയോടും ഭക്തിയോടും ഭഗവാന്റെ മഹാത്മ്യത്തെ പ്രകാശിപ്പിക്കുന്നതാണ്, പാപത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്, ഇത് പഠിക്കുകയോ കേൾക്കുകയോ അനുസ്മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദുഷ്കീർത്തിയും ഇല്ലാണ്ടാകും, ദുരിതങ്ങളൊക്കെ നശിച്ച് അവൻ പരമശാന്തിയെ നേടുമെന്നും പറഞ്ഞിട്ടാണ് ആ ചരിത്രത്തെ അവസാനിപ്പിക്കുന്നത് എന്നാണ്. ഇനി ഇതിന്റെ താത്വികമായിട്ടുള്ള ഭാവത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം കുറച്ചു നേരം. അതായത് ഈ സമന്തകം എന്ന് വെച്ചാല് മനുഷ്യ ശരീരമാണ്. ഈ സമന്തകം കിട്ടാൻ സത്രാജ്യത്തിന് ഒരുപാട് കാലം തപസ് ചെയ്യേണ്ടി വന്നു, ഒരുപാട് തപിക്കേണ്ടതായിട്ട് വന്നു. കാരണം സൂര്യനെ തപസ് കൊണ്ട് പ്രസാദിപ്പിക്കുകയാണ്. അപ്പൊ ചില്ലറ പണിയൊന്നും അല്ലാതെ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അതായത് ഈ മനുഷ്യ ശരീരം നമുക്ക് കിട്ടണമെങ്കിൽ ആ ജീവൻ ഒരുപാട് കാലത്തെ ആ തപസ്സുണ്ടാവണം എന്നാണ്. ഒരുപാട് തപിക്കണം, ഒരുപാട് ശരീരങ്ങൾ എടുത്തിട്ടാണ് പിന്നീട് ഒരു മനുഷ്യ ശരീരം കിട്ടുന്നത്. ആ കിട്ടിയ മനുഷ്യ ശരീരത്തെ വേണ്ടതുപോലെ വെച്ച് പൂജിച്ചാൽ 8 ഭാരം സ്വർണമാണ് ദിവസവും കിട്ടുക എന്നാണ് സമന്തകത്തിന്റെ കഥയിൽ പറയുന്നത്. അപ്പൊ ഈ കിട്ടിയ മനുഷ്യ ശരീരം വേണ്ടതുപോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം കൊണ്ട് അഷ്ടൈശ്വര്യങ്ങളും നേടാം. അപ്പൊ അഷ്ടൈശ്വര്യ സിദ്ധികളും വിളയാടുന്നതാണ് ഈ മനുഷ്യജന്മം കൊണ്ട് ഈ അഷ്ടൈശ്വര്യ സിദ്ധികളെ നമുക്ക് പ്രാപിക്കാൻ പറ്റുള്ളൂ. അത് ഏറ്റവും ഉത്കൃഷ്ടമാണ്. അത് എന്തൊക്കെയാണെന്ന് ഏകാദശത്തിൽ പറയുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് അതിനെ വിശദമായിട്ട് നോക്കാം. പക്ഷെ ഈ മനുഷ്യ ശരീരം അഷ്ടൈശ്വര്യ സിദ്ധികളും വളയുന്നതാണെങ്കിലും പക്ഷെ അതിനെ ആ അനുഭവം വരണമെങ്കിൽ എന്ത് വേണം? അതിനെ ഈശ്വരനിൽ സമർപ്പിക്കണം. കാരണം മനുഷ്യജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന്. അപ്പൊ ഈശ്വരാർപ്പിതമായിട്ടുള്ള ജീവിതം വേണം നമ്മൾ നയിക്കാൻ. അപ്പൊ ഭഗവാന് സമർപ്പിച്ചിട്ടില്ലെങ്കിലോ ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കാത്തത് കൊണ്ടാണ് സമന്തകം ജാമ്പവാന്റെ കയ്യിലെത്താൻ ഇടവന്നത്. അപ്പൊ നമ്മളും അതായത് മനുഷ്യ ശരീരത്തെ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അവസാനം എന്താ പറ്റുക? ശരിക്ക് ആ കുരങ്ങന്റെ കയ്യിൽ എത്തുക എന്നാണ്. നായാട്ടിന് വിഷയഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ശരീരത്തെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചപലവും അവിവേകപൂർണവുമായിട്ടുള്ള മനസ്സിനെയാണ് ഇവിടെ ജാമ്പവാനായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പൊ വിവേകമാകുന്ന ദൃഷ്ടി അടഞ്ഞ് അന്ധമായി കുരങ്ങനെ പോലെ ആ അത്യന്തം ചപലമായിരിക്കുന്ന മനസ്സാണ് ജാമ്പവാൻ എന്നാണ്. അപ്പൊ മനുഷ്യ ശരീരത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യാതിരുന്നാൽ പിന്നെ അത് ചപലവും അന്ധവുമായ മനസ്സിനാണ് അധീനമാകുന്നത്. മനസ്സിന് അധീനമാവരുത് ശരീരം. ആ മനസ്സ് നമ്മുടെ അധീനത്തിലായി തീരണം എന്നാണ്. അപ്പൊ എന്ത് പറ്റും? മനസ്സിന് അധീനമായിട്ട് തീർന്നാല് ഇന്ദ്രിയങ്ങളാകുന്ന കുട്ടികൾക്ക് പന്ത് തട്ടിക്കളിക്കാൻ കൊടുക്കുന്നതാണ്. അതാണ് ജാമ്പവാന്റെ കുട്ടികൾക്ക് തട്ടിക്കളിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈശ്വര ശിക്ഷയ്ക്ക് പാത്രമാവേണ്ടതായിട്ടും വരുന്നതാണ്. അതിന് പകരം നമ്മൾ ആ മനുഷ്യ ശരീരത്തെ ഈശ്വരാർപ്പണ ഭാവത്തിൽ വിനിയോഗിക്കുക. അങ്ങനെ ചെയ്താലോ അണിമ മഹിമ തുടങ്ങിയിട്ടുള്ള ആ സിദ്ധികൾ നമുക്ക് പൂർണ്ണമായിട്ട് അനുഭവിച്ച് മനുഷ്യ ജീവിതത്തിന്റെ ആ ഉത്കൃഷ്ടമായിട്ടുള്ള ഭാവത്തിലേക്ക് എത്താം. അതായത് ഈ ശരീരം കൊണ്ട് ഇഹത്തില് ക്ഷേമം അനുഭവിക്കാം, പരത്തില് ഗതിയും കിട്ടുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് രണ്ടു കാര്യത്തിനാണ്. ഭൗതികമായിട്ടുള്ള ജീവിതം തീരും ധർമ്മനിഷ്ഠയോടുകൂടി രാജ്യം, അതായത് നമ്മളെ ജീവിതം നയിക്കുകയാണെങ്കിൽ എന്നാണ്. എപ്പോഴും ആ ധർമ്മനിഷ്ഠ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകരുത്, ഈശ്വരാർപ്പണ ബുദ്ധി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകരുത്. ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത് ഇന്നതായിട്ടുള്ള ഇന്ന പ്രയോജനത്തിന് വേണ്ടിയിട്ട്, ഇന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ട് വേണം അതിനെ പ്രയോജനപ്പെടുത്താൻ എന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ട്, അതായത് പോകാൻ പാടില്ല. അത് അടിവരയിട്ട് ഉറപ്പിച്ചു വെക്കണം എന്നാണ്. പിന്നെ ആ പ്രവർത്തനം, പിന്നെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അതിലേക്ക് നയിക്കുന്നതായിട്ട് തീരണം എന്നാണ്. എങ്കിലേ ആ മനുഷ്യ ശരീരം കൊണ്ട് നേടേണ്ടത് നമുക്ക് നേടാൻ പറ്റുള്ളൂ എന്നാണ് അതിന്റെ ആ താത്വികമായിട്ടുള്ള വശം എന്നാണ്.
അപ്പൊ അങ്ങനെയുള്ള മനുഷ്യ ശരീരമാകുന്ന ആ സമന്തകം നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കൂ. എന്താ വേണ്ടത്? മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ജീവിതം നയിക്കുക, യജ്ഞമയമായിട്ടുള്ള ജീവിതം അല്ലെ. ഇപ്പൊ ഓരോ ദിവസത്തെ ആ യജ്ഞം സമർപ്പണം ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ ഒരാൾ സമർപ്പണം ചെയ്യുന്നത് കൊണ്ട് അതിന്റെ പ്രയോജനം ലോകത്തിന് മുഴുവൻ കിട്ടുകയാണെന്നാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയത്തോ അതുകൊണ്ട് അവർക്കൊക്കെ കിട്ടുന്ന ആ പ്രയോജനം കൊണ്ട് അവർക്കും ശാന്തി, ലോകത്തിനും ശാന്തി. അപ്പൊ ഇങ്ങനെ മറ്റുള്ളവർക്കും ലോകത്തിനും സമാധാനം കൊടുക്കാൻ കഴിഞ്ഞാൽ ഇതിൽ വരെ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള ധർമ്മം, ഒരു കർമ്മം വേറെ എന്താ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളത് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്കതൊന്നും ചെയ്യാൻ തോന്നാത്തത്. ഇത് അതിനു വേണ്ടിയിട്ട് കിട്ടിയതാണ് നമുക്ക് ഈ മനുഷ്യജന്മം. നോക്കൂ, ഇത് എപ്പോഴാ പോണെന്ന് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? ഒന്നും അറിയില്ല എന്നാണ്. അത് എപ്പോഴാ നഷ്ടപ്പെടുക എന്നറിയില്ല. അതാണ് മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത. കിട്ടാൻ തന്നെ പ്രയാസം, കിട്ടിക്കഴിഞ്ഞാൽ അത് എപ്പോഴാ നഷ്ടപ്പെടുക എന്ന് നമുക്കറിയില്ല. അപ്പൊ ആ നഷ്ടപ്പെടുന്നതിന്റെ ഉള്ളില് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണോ ഇത് കിട്ടിയത് അതിന് തക്ക വിധത്തിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കൂ. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിലോ അതുകൊണ്ട് നമുക്കും ലോകത്തിനും നന്മ ഉണ്ടാവും. അതുകൊണ്ട് ഭഗവത് അനുഗ്രഹം നമുക്ക് മേൽക്കുമേൽ ഉണ്ടാവുകയും ചെയ്യും. ഇതായൊരു തത്വത്തെ കാണിച്ചു തരികയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇന്നത്തെ ആ സത്സംഗം ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിച്ച് ഇവിടെ നിർത്താം. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അനുസ്മരിക്കാം. കായേന വാച മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.